ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നീയൊക്കെ എന്താണ് കരുതിയത്? ഞങ്ങളൊക്കെ വെറും വിഡ്ഢികളാണെന്നല്ലേ? നീയൊക്കെ ഞങ്ങളെ കുടിക്കാൻ പാടില്ലാത്തത് കുടിപ്പിക്കുമല്ലേടാ? അത് ഞങ്ങൾ മനഃപൂർവ്വം കുടിപ്പിച്ചല്ലോ സാറ് കുടിച്ചതല്ലേ. ഞങ്ങൾ കുടിച്ചില്ലെങ്കിൽ നീയൊക്കെ ഞങ്ങളെ കുടിപ്പിക്കുമല്ലടാ റാസ്കൽ? നിരവധി ക്രിമിനൽ സംഘങ്ങളെ വേട്ടയാടി പിടിച്ച് ഗുണ്ടാ തലവന്മാരെ അമർച്ച ചെയ്ത് ധീരതയ്ക്കുള്ള പരമവീര ചക്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്നോടാണ് കളിയല്ലേ? ശരിയാക്കി തരാടാ. കോൺസ്റ്റബിൾ കൊണ്ടുവരൂ. 3 കുപ്പിയെ കിട്ടിയോളൂ. ഇത് മതിയോ സാർ? തൽക്കാലം ഉള്ളത് മതി. ഇതെന്താണെന്ന് അറിയാമോടാ? ദശമൂലാരിഷ്ടം ആണോ? അതൊന്നുമല്ല. ഈ ഏരിയയിൽ നിന്നും ഞാൻ പിടിച്ച നൊട്ടോറിയസ് ക്രിമിനൽസിൽ നിന്ന് കളക്ട് ചെയ്ത യൂറിൻ, ഒറിജിനൽ യൂറിൻ. നിനക്കൊക്കെയുള്ള സമ്മാനം ആഭ്യന്തരമന്ത്രിയായിരിക്കും. ഈ രാജ്യത്ത് എവിടെയും ക്രമസമാധാനം പാലിക്കാൻ ഞാൻ തന്നെ വേണം. വെയിറ്റ്, ഇപ്പൊ വരാട്ടോ. പാവ സാറ് നമുക്ക് തരാൻ പോണേണ്. ആയിരിക്കും സാറേ. ഒരു ബീഡി തരുമോ? നിനക്ക് ബീഡിയാ? ഇത് ഇവിടെ എടി, അതെ, ഈ ഡ്യൂട്ടി സമയത്ത് എന്നെ വിളിച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനേ ഒരു പ്രമാദമായ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെ ഇപ്പോ അതിനിടയ്ക്ക് ഈ കല്യാണം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ? അതൊക്കെ പോട്ടെ. പുതിയ ഏതൊക്കെ സിനിമ ഉണ്ട്? എല്ലാം കണ്ടോ? അച്ഛൻ കൊണ്ടുപോയോ? എല്ലാം കണ്ടോ? 4 ചെറുപ്പക്കാര് ബൈക്കില് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടല്ലേ? എന്നിട്ട് വാളുകൊണ്ട് വെട്ടിയാ? കാലും വെട്ടിയാ? അത് നല്ല കോമഡിയാ. വേറെ ഏത് സിനിമ ഉണ്ട്? വജ്രോ? മമ്മൂട്ടി? ഈ എസ് ഐ സാറ് വന്നതിന് ശേഷം സ്മോളിൽ എനിക്ക് ഒരു മഞ്ഞോ ഇല്ല. ഇങ്ങനെ ചീത്തയാക്കൂട്ട തോന്നല്. ഇതെന്ത് ബ്രാൻഡാണ്? ബ്രാൻഡാ, ബ്രാൻഡി. ശരി. സ്വയംബൻ സാധനം. ഒരു തുള്ളി വേണം. നിനക്കൊക്കെ ഒരു തുള്ളി തരൂല. നിന്റെയൊക്കെ അവര് വെള്ളം ഊറും. അയ്യോടോ, തന്റെ കൂമ്പോടി പോടും. എന്റെ കൂമ്പിനി എന്തൊട്ടോ ആടാനാണ്. ഈ സ്റ്റേഷനിലുള്ള ആർക്കെങ്കിലും ഇനി കൂമ്പണ്ട. ഒരു പ്രാവശ്യം പോലീസിന് പിടികൊടുത്താൽ പിന്നെ നിങ്ങൾ അവർക്ക് നോട്ടപ്പുള്ളിയായിരിക്കും. ഞങ്ങളെ പിടിച്ചെങ്കിലും ആ മാലയെങ്കിൽ തിരിച്ചു തന്നല്ലോ. അതല്ലേ അവന്റെ തന്ത്രം. ബുദ്ധിപൂർവ്വം ആ തെണ്ടി ആ തൊണ്ടി ഉപേക്ഷിച്ചതായിരിക്കും. ഞങ്ങളെ മൂത്രം കുടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാ ചാക്കോബായി ശശിയണ്ണും അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ കുടിക്കേണ്ടി വന്നേനെ. പോട്ടെ, വന്നത് വന്നു. ആദ്യത്തെ ഓപ്പറേഷൻ പകുതി സക്സസ്. പക്ഷെ ഇനി ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇരിക്കാൻ പറയുമ്പോ കിടക്കാനോടാ. ഇരുമാൻ പറഞ്ഞ ഉടനെ നീ പിടിച്ച് ഞെക്കുമല്ലേ? ഇനി നിങ്ങളുടെ ശാരീരിക ശേഷിയാണ് പരീക്ഷിക്കാനുള്ളത്. അതെ, നിർജീവമായ ആന്തരിക ശക്തിയുടെ ആടി ഉലയുന്ന തിരമാലകളുടെ ഒരു അനന്ത മാത്മരികതയുടെ ലോകത്തിലെ തീവ്രമായ അനുഭൂതിയുടെ ഒരു അനന്ത സാഗരമാണ് കൊച്ചി. അറിയോ? അതിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു മാക്രികളാണ് നിങ്ങൾ. അതെ, കൊലയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഈ കാര്യം വിട്ട കൈക്കരുത്തിൽ എത്ര അതും ഈ മണ്ണിൽ. കഷ്ടം.